ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മറ്റൊരു ചാപ്റ്റർ കൂടെ ഉണ്ട്. അത് ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ആണ്. ഇത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ഈ ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, എന്തൊക്കെ പ്രോസസ് ആണ് ഇത് വരുന്നത്, ഇതൊക്കെയാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിന് വരുന്നത്. ഓക്കെ ആണല്ലോ. ബയോടെക്നോളജി ഡെവലപ്മെന്റ് കാരണം അതിന്റെ കോർ ആയിട്ടുള്ള രണ്ട് ടെക്നിക്സ് ആണ്. ബയോടെക്നോളജി ഇത്രയും ഡെവലപ്ഡ് ആവാൻ കാരണം രണ്ട് കോർ ടെക്നിക്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് പറയുകയാണ്. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അടുത്താണ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്, ഈ രണ്ട് കാര്യങ്ങളാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ഈ രണ്ട് കാര്യങ്ങളാണ് ബയോടെക്നോളജി ഡെവലപ്മെന്റിന്റെ കോർ ആയിട്ടുള്ള രണ്ട് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് നമുക്ക് പറയാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാൽ DNA മാനിപ്പുലേഷനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. DNA ലെവലിൽ DNA മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതായത് DNA കട്ട് ചെയ്യുന്നു, അതിന്റെ ഉള്ളിൽ നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. DNA മാനിപ്പുലേഷൻ ആണ് ജനറ്റിക് മാനിപ്പുലേഷൻ. DNA കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള DNA നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതിനെ പറഞ്ഞാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അടുത്തൊരു ടെക്നിക്കാണ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ടെക്നിക്കാണ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് എന്നാൽ ഇതുവഴി ഉണ്ടാക്കിയിരിക്കുന്നത്, ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അവിടെ ഉള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ബയോ റിയാക്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ബയോ റിയാക്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണല്ലോ. നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കുന്ന മൈക്രോബ്സിനാണ്, മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ മൈക്രോബ്സിനെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ആ മൈക്രോബ്സിനെ വളർത്തിയെടുക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ബയോ റിയാക്ടർ. ഈ ബയോ റിയാക്ടറിന്റെ അഡ്വാൻറ്റേജ് പറയുന്നതാണ്, ബയോ റിയാക്ടർ പ്രൊവൈഡ് ആർട്ടിഫിഷ്യൽ, ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ, കെമിക്കൽ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. അസെപ്റ്റിക് മീൻസ് മറ്റ് മൈക്രോബ്സ് ഒന്നും വളരുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന മൈക്രോ ഓർഗാനിസം മാത്രം വളരും. നമ്മളിങ്ങനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തിയ ആ മൈക്രോബ്സിനെ മാത്രം വളർത്തിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബയോ റിയാക്ടർ. ഈ ബയോ റിയാക്ടർ ഈ മൈക്രോ ഓർഗാനിസത്തിന് ജീവിക്കാൻ വേണ്ട ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അതാണ് ബയോ റിയാക്ടറിന്റെ അഡ്വാൻറ്റേജ്. ആ ബയോ റിയാക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. അങ്ങനെ ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മൈക്രോ ഓർഗാനിസംസിനെ നമുക്ക് വളർത്തിയെടുക്കാം. അങ്ങനെ അതിന്റെ പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു മൈക്രോബ്സിന്റെ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ബയോടെക്നോളജിയുടെ ഡെവലപ്മെന്റിന് കാരണമായ രണ്ട് കോർ ടെക്നിക്സ് ആണ് ജനറ്റിക് എഞ്ചിനീയറിംഗും ബയോപ്രോസസ് എഞ്ചിനീയറിംഗും. ഓക്കെ. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ മെയിൻലി വരുന്നത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഈ ബയോടെക്നോളജി. ബയോടെക്നോളജിയിൽ നമുക്ക് പറയുന്ന വേറെ പ്രോസസ് പേരാണ് RDNA ടെക്നോളജി. അതായത് DNA കമ്പൈൻ ചെയ്ത്, DNA മുറിച്ചിട്ട് പുതിയ DNA വെച്ചിട്ട് റീകമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ DNA കട്ട് ചെയ്തിട്ട് നമ്മുടെ ഡിസൈഡ് ഫോറിൻ DNA വെച്ച് റീകമ്പൈൻ ചെയ്ത് പുതിയ DNA ഉണ്ടാക്കുന്നു. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മളൊരു DNA എടുക്കുന്നു, ആ DNA കട്ട് ചെയ്യുന്നു. ഇപ്പൊ ഒരു DNA എടുക്കുന്നു, ആ DNA-ക്കുള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഡിസൈഡ് DNA അതിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. ഒരു ഡിസൈഡ് DNA വെച്ച് റീകമ്പൈൻ ചെയ്ത് ഇനിയിപ്പോ റിസൾട്ടിന്റെ DNA നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോംബിനന്റ് DNA. സിംപ്ലി നമുക്കിതിനെ RDNA എന്ന് വിളിക്കാം. റീകോംബിനന്റ് DNA or RDNA എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഈ RDNA ഉണ്ടാക്കിയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് നമുക്ക് ബയോടെക്നോളജിയെ RDNA ടെക്നോളജി എന്ന് കൂടി പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാനുള്ള മെയിൻലി രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് റീകോംബിനന്റ് DNA ആൻഡ് റീകോംബിനന്റ് DNA ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് റീകോംബിനന്റ് DNA ടെക്നോളജി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. സ്റ്റെപ്സ് ഓഫ് RDNA ടെക്നോളജി. ഈ RDNA ടെക്നോളജിയുടെ സ്റ്റെപ്സും RDNA ടെക്നോളജിക്ക് വേണ്ട ടൂൾസുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ടൂൾസ് ഫോർ RDNA ടെക്നോളജി ആൻഡ് സ്റ്റെപ്സ് ഓഫ് RDNA ടെക്നോളജി. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചാപ്റ്റർ പഠിക്കാനുള്ളത്. വളരെ കുറച്ചുള്ള ചാപ്റ്റർ, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ പറയുന്നതാണ് ടൂൾസ് ഫോർ RDNA ടെക്നോളജി.
RNA ടെക്നോളജിക്ക് മെയിൻലി വേണ്ട ടൂൾസ് ഒക്കെ പറയുകയാണ്. ഫസ്റ്റ് എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഒരു എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഒരു എൻസൈം ആണ്. ഈ എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വേണം. സെക്കൻഡ് ആണ് നമുക്ക് തന്നെ ടെക്നിക്ക് ഇതാണ്. നമുക്കിപ്പോ ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കാം. ഇൻസുലിൻ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഡയബറ്റിക് പേഷ്യൻസ് ആരെങ്കിലും ഒക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും. അപ്പൊ ഈ ഇൻസുലിൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? ഇപ്പൊ നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കുന്നത് റീകോംബിനന്റ് ഇൻസുലിൻ ആണ്. അപ്പൊ ഹ്യൂമന്റെ ഇൻസുലിന്റെ DNA എടുക്കുന്നു. ഈ DNA നമ്മൾ ബാക്ടീരിയക്കുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. ബാക്ടീരിയ DNAയിലേക്ക് കയറ്റി വെക്കും. എന്നിട്ട് നമ്മൾ ബാക്ടീരിയയിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ. നമ്മൾ ഇൻസുലിന്റെ DNA ഐസൊലേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതിനെ ബാക്ടീരിയ DNA ആയിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് ഈ DNA ഈ കമ്പൈൻ ചെയ്ത DNA ആണ് റീകോംബിനന്റ് DNA അല്ലേ? ആ DNA വീണ്ടും നമ്മൾ ബാക്ടീരിയക്കുള്ളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ബാക്ടീരിയ വളരും. ബാക്ടീരിയ നമ്മൾ പറഞ്ഞ ബയോപ്രോസസ് ടെക്നോളജി അല്ലെങ്കിൽ ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് അത് നമ്മൾ ബയോറിയാക്ടറിനെ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ആ ബയോറിയാക്ടർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ ഉള്ളിലിട്ട് നമ്മൾ ബാക്ടീരിയയെ വളർത്തിയെടുക്കും. അപ്പൊ ഇവർ വളരുന്ന കൂട്ടത്തിൽ ഒരു ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കും. ആ ഇൻസുലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഒരു സാധനത്തിനെ നമ്മളൊരു ഹ്യൂമൻ പ്രോട്ടീനെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് വേണ്ട ഹ്യൂമൻ പ്രോട്ടീന്റെ ആ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീനിനെ എടുക്കുക. ആ ജീനിനെ എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്ടീരിയൽ DNAയിലേക്ക് വെക്കുക. എന്നിട്ട് അങ്ങനെ റീകോംബിനന്റ് DNA ആക്കുക. എന്നിട്ട് ആ റീകോംബിനന്റ് DNA നമ്മൾ തിരിച്ച് ബാക്ടീരിയയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ബാക്ടീരിയയെ ബയോറിയാക്ടർ യൂസ് ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കുക. ആ സമയത്ത് ബാക്ടീരിയ വളരുന്ന സമയത്ത് അവർ നമ്മളുടെ ഇൻസുലിൻ പ്രോട്ടീൻ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ ആണല്ലോ. ഇതാണ് ടെക്നിക്. അപ്പോ ഫസ്റ്റ് വരുന്നതാണ് നമ്മൾ DNA കട്ട് ചെയ്യണം. DNA കട്ട് ചെയ്യാൻ വേണ്ട എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. നമ്മൾ ഇൻസുലിന്റെ DNA കട്ട് ചെയ്യണം. ആ ഇൻസുലിന്റെ DNA എന്നിട്ട് ബാക്ടീരിയൽ DNA കട്ട് ചെയ്ത് അതിനുള്ളിലേക്കാണ് കയറ്റുന്നത്. അപ്പൊ നമ്മളുടെ DNA കട്ട് ചെയ്യാനും ബാക്ടീരിയൽ DNA കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് വേണ്ട എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. DNA കട്ട് ചെയ്യുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇത് രണ്ടാമത് വരുന്നതാണ്. ഈ DNA നമ്മൾ ബാക്ടീരിയക്കുള്ളിലേക്ക് കടത്തി വിടുന്നു. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് DNA ബാക്ടീരിയക്കുള്ളിലേക്ക് കയറ്റാൻ കഴിയില്ല. ആദ്യം ഒരു DNA-ക്കുള്ളിൽ ഒരു കാരിയർ DNA-ക്കുള്ളിലേക്ക് നമ്മൾ കയറ്റി വെക്കും. അതാണ് നമ്മൾ അടുത്ത് പറയുന്നത് വെക്ടർ. ആ കാരിയർ DNA വിളിക്കുന്ന പേരാണ് വെക്ടർ. വെക്ടർ എന്താണ്? വെക്ടർ ഈസ് കാരിയർ DNA. കാരിയർ DNA-ക്ക് പറയുന്ന പേരാണ് വെക്ടർ. ഇതായിരുന്നു രണ്ട് പേര്. ഇനി മൂന്നാമത്തെ ആളാണ്. ഇനി മൂന്നാമത് വേണ്ട ടൂളാണ് നമ്മൾ പറഞ്ഞ ബാക്ടീരിയക്കാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. റീകോംബിനന്റ് DNA ഇട്ട് കൊടുക്കുന്നത് ബാക്ടീരിയക്കാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ആ റീകോംബിനന്റ് DNA ഇട്ട് കൊടുക്കുന്ന ഒരു ഹോസ്റ്റ് ഓർഗാനിസം ആണ്. അതാണ് തേർഡ് വൺ, ഹോസ്റ്റ് ഓർഗാനിസം. അതാണ് തേർഡ് വൺ. ഓക്കെ ആണല്ലോ. നമ്മുടെ ആ റീകോംബിനന്റ് DNA ഇട്ട് കൊടുക്കാൻ വേണ്ട ഒരു ഓർഗാനിസം അതാണ് ഹോസ്റ്റ് ഓർഗാനിസം. നാലാമത് നമ്മൾ പറയുന്നതാണ് ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഫോറിൻ DNA കമ്പൈൻ ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ഇട്ട് കൊടുക്കുന്ന DNAയും ഈ കാരിയർ DNA കൂടെ കമ്പൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം അതാണ് DNA ലിഗേസ്. ഇത്രയും ആൾക്കാരാണ് ടൂൾസ് ഫോർ RNA ടെക്നോളജി. RNA ടെക്നോളജിക്ക് വേണ്ട ടൂൾസ്. DNA കട്ട് ചെയ്യാൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ആ കട്ട് ചെയ്ത DNA ക്യാരി ചെയ്യാൻ ബാക്ടീരിയ ആണ് നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസം. ആ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ക്യാരി ചെയ്യാൻ വേണ്ടി ഒരു കാരിയർ DNA that is called as vector DNA. and beside DNA ഈ കാരിയർ DNA കൂടെ കമ്പൈൻ ചെയ്യാൻ വേണ്ട എൻസൈം DNA ലിഗേസ്. ഇത്രയുമാണ് ഇതിന് വേണ്ട ടൂൾസ്. നമുക്ക് ഇതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ടൂൾ ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് DNA കട്ട് ചെയ്യുന്ന എൻസൈം ആണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്താണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോന്യൂക്ലിയേസ് എന്താണെന്ന് അറിയണം. ഇനി എൻഡോന്യൂക്ലിയേസ് എന്താണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസ് എന്താണെന്ന് പറയണം. അപ്പൊ നമുക്ക് ന്യൂക്ലിയസ് എന്താണെന്ന് പറയാം. ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ DNAയും RNAയും ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡും റൈബോന്യൂക്ലിക് ആസിഡും ഇങ്ങനെ DNAയും RNAയും ന്യൂക്ലിക് ആസിഡിനെ കട്ട് ചെയ്യുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. നമുക്ക് ഈ ന്യൂക്ലിയസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ന്യൂക്ലിയസ് ചെയ്യുന്നത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടിനെ കട്ട് ചെയ്യുകയാണ് ന്യൂക്ലിയസ് ചെയ്യുന്നത്. ന്യൂക്ലിയസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ്. എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എക്സോന്യൂക്ലിയസും എൻഡോന്യൂക്ലിയസ്. നമുക്കറിയാം ന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത്
ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് സപ്പോസ് ഒരു ഡബിൾ സ്ട്രാൻഡഡ് DNA ആണെന്ന് ഇരിക്കട്ടെ, ഒരു ന്യൂക്ലിയോടൈഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്, ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. ഡബിൾ സ്ട്രാൻഡഡ് DNA ആണെന്ന് ഇരിക്കട്ടെ, എക്സോന്യൂക്ലിയസ് ചെയ്യുന്നത് ഈ എക്സ്റ്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെ കട്ട് ചെയ്യും. ഇതാണ് ന്യൂക്ലിയസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, എക്സ്റ്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെ കട്ട് ചെയ്ത് കളയും. ഇതാണ് ന്യൂക്ലിയസ് ചെയ്യുക. അപ്പൊ ഇതായി ഇനിയിപ്പം എക്സ്റ്റേണൽ ഇതാണ് ഇനിയിപ്പോ എക്സ്റ്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്, ഇനി ഇതിനെ കട്ട് ചെയ്യും. അപ്പൊ ഇതും എക്സ്റ്റേണൽ ന്യൂക്ലിയേറ്റഡ് എക്സ്റ്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ആണ്, അതിനെ കട്ട് ചെയ്ത് കളയും. അപ്പൊ ഇനി ഇതായി എക്സ്റ്റേണൽ അല്ലെ, അപ്പൊ ഇനി ഇതിനെ കട്ട് ചെയ്ത് കളയും. ഇങ്ങനെ DNA വെളിയിൽ നിന്നും കട്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെ ക്ലീൻ ചെയ്യുന്ന ന്യൂക്ലിയസ്, അതിനെ വിളിക്കുന്ന പേരാണ് എക്സോന്യൂക്ലിയസ്. എന്നാൽ എൻഡോന്യൂക്ലിയസ് എന്നാൽ ഇതിപ്പോ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണെന്ന് ഇരിക്കട്ടെ, ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു DNAയുടെ കേസ് എടുക്കുകയാണ്. എൻഡോന്യൂക്ലിയസ് ചെയ്യുന്നത് ഇന്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെ കട്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, എൻഡോന്യൂക്ലിയസ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെ കട്ട് ചെയ്യുന്നു. അതാണ് എൻഡോന്യൂക്ലിയസ് ചെയ്യുന്ന കാര്യം, ഇന്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെ കട്ട് ചെയ്യുന്നു. ഒറ്റയടിക്ക് ഇവർ എക്സ്റ്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെ ആയിരുന്നു, എന്നാൽ ഇവർ ചെയ്യുന്നത് ഇന്റേണൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിനെയാണ് ഇവർ കട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള എൻസൈംസിനെ വിളിക്കുന്ന പേരാണ് എൻഡോന്യൂക്ലിയസ്. എൻഡോന്യൂക്ലിയസ് പലതരത്തിലുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻഡോന്യൂക്ലിയസ് ഉണ്ട്, അതിൽ ഒരാളാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. Restriction endonuclease is specialty എന്നാൽ their activity is restricted to a particular region. എല്ലായിടത്തും കട്ട് ചെയ്തിട്ടില്ല, ഏതെങ്കിലും പർട്ടിക്കുലർ സീക്വൻസിൽ മാത്രമേ കട്ട് ചെയ്യുകയുള്ളൂ. Their activity is restricted to a particular sequence. ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആയിരിക്കും. അതായത് നമുക്ക് പറയാം ഇവരുടെ ആക്ഷൻ എന്ന് പറയുന്നത്, ഇവരുടെ ആക്ഷൻ സീക്വൻസ് സ്പെസിഫിക് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ മാത്രമേ ഇവർ കട്ട് ചെയ്യുകയുള്ളൂ. അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. Their action is സീക്വൻസ് സ്പെസിഫിക്, ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ മാത്രമേ ഇവർ കട്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ ആണല്ലോ, ആ സ്പെസിഫിക് സീക്വൻസിനെ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് വിളിക്കാം. ആ സ്പെസിഫിക് സീക്വൻസിനെ നമുക്ക് വിളിക്കുന്ന പേരാണ്, ഒന്നുകിൽ നമുക്ക് അതിനെ വിളിക്കാം റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് വിളിക്കാം. ഇനി ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ്, ഈ റെസ്ട്രിക്ഷൻ സൈറ്റിനെ ഇവർ റെക്കഗ്നൈസ് ചെയ്യും. ആദ്യം ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വന്നിട്ട് ഈ റെസ്ട്രിക്ഷൻ സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ സൈറ്റിനെ റെക്കഗ്നിഷൻ സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സീക്വൻസ് കൂടെ വിളിക്കാം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റെക്കഗ്നിഷൻ സീക്വൻസ്. ഇനി ഇതേ സ്പെസിഫിക് സീക്വൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റിനെ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സീക്വൻസിനെ തന്നെയാണ് നമ്മൾ ക്ലോണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞു, ക്ലോണിങ്ങിന്റെ കേസ് പറഞ്ഞു, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ ക്ലോണിംഗ് എന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ കോപ്പി ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലോണിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ക്ലോണിങ്ങിന് വേണ്ടിയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേ സൈറ്റിനെ തന്നെയാണ്. നമുക്കിതിനെ ക്ലോണിംഗ് സൈറ്റ് എന്നും കൂടി പറയാം. ഓക്കെ ആണല്ലോ, അപ്പൊ ഒരേ സൈറ്റിന് മൂന്ന് പേരാണ്, റെസ്ട്രിക്ഷൻ സൈറ്റ്, റെക്കഗ്നിഷൻ സൈറ്റ്, ക്ലോണിംഗ് സൈറ്റ്. ഒരേ സൈറ്റിന് തന്നെ മൂന്ന് പേര് വന്നു, റെസ്ട്രിക്ഷൻ സൈറ്റ്, റെക്കഗ്നിഷൻ സൈറ്റ്, ക്ലോണിംഗ് സൈറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ക്ലോണിംഗ് സൈറ്റ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു പാലിയൻഡ്രോമിക് സീക്വൻസ് ആയിരിക്കും. എന്താണ് പാലിയൻഡ്രോമിക് സീക്വൻസ് പറയാം? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ് മലയാളം. മലയാളം is a palindromic sequence. ഇവിടെ അങ്ങോട്ട് വായിക്കാം MALAYALAM, ഇവിടെ ഇങ്ങോട്ട് വായിക്കാം MALAYALAM. ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ പാലിയൻഡ്രോമിക് സീക്വൻസ്, പാലിയൻഡ്രോമിക് വേർഡ്സ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. എന്നാൽ DNA കേസിലേക്ക് വരുമ്പോൾ എന്താണ് പാലിയൻഡ്രോമിക് സീക്വൻസ് എന്ന് നോക്കാം. പാലിയൻഡ്രോമിക് സീക്വൻസ് മീൻസ് ഇപ്പൊ സപ്പോസ് പറയുകയാണ് GAACAG, sorry, GACTCAG നോക്കിയോളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ നമ്മൾ 5' to 3' ഒക്കെ ആണ്, DNA അല്ലേ. നോക്കിയോളൂ, GACTCAG. ഇത് നമ്മൾ വിചാരിക്കും പാലിയൻഡ്രോമിക് സീക്വൻസ് ആണ്, പക്ഷെ ഇത് പാലിയൻഡ്രോമിക് സീക്വൻസ് അല്ല, തെറ്റാണ്. അത് നമ്മൾ DNA ആണ്. DNA ആകുമ്പോൾ നമുക്ക് ഡബിൾ സ്ട്രാൻഡ് ആണ്. നമുക്ക് 5' to 3' പൊസിഷനിൽ മാത്രമേ നമുക്ക് അതിനെ റീഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ നോക്കിയോളൂ, ഇത് എങ്ങനെ വരും നമുക്ക് നോക്കാം.
GAC TC AG. ഇത് 5 പ്രൈം ടു 3 പ്രൈം ആണ്. നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഇതിന്റെ കോംപ്ലിമെന്ററി C, ഇതിന്റെ കോംപ്ലിമെന്ററി T, ഇതിന്റെ കോംപ്ലിമെന്ററി G, ഇതിന്റെ കോംപ്ലിമെന്ററി A, ഇതിന്റെ കോംപ്ലിമെന്ററി G, ഇവിടെ T C എന്ന് വരും. ഇതാണ് 3 പ്രൈം ടു 5 പ്രൈം. അപ്പൊ നമ്മൾ വായിക്കുന്നത് 5 പ്രൈം ടു 3 പ്രൈം ആണ്. GAC എന്നുകൊണ്ട് വായിച്ചു പോകും. ഇത് തിരിച്ചു വരുന്നത് ഇതിലെ കൂടെ തന്നെ വരാൻ കഴിയില്ല, കാര്യം സീക്വൻസ് ഡബിൾ സ്ട്രാൻഡ് ആണ്. അപ്പൊ നമുക്ക് 5 പ്രൈം ടു 3 പ്രൈം തന്നെ വായിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ നോക്കുള്ളൂ, ഇതെഴുതി പോയത് GC18 എന്നുകൊണ്ട് വായിച്ചു പോയി. ഇത് CTGA ഒരു ബന്ധവുമില്ല. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സീക്വൻസ് നമ്മൾ ഒരു സ്ട്രാൻഡ് മാത്രമല്ല 2 സ്ട്രാൻഡ് നോക്കണം. അതുകൊണ്ട് ഇത് പാലിൻഡ്രോമിക് സീക്വൻസ് അല്ല, നമ്മൾ എന്താണ് പറയുന്നത്? പാലിൻഡ്രോമിക് സീക്വൻസ്. നമുക്ക് വേറൊരു സീക്വൻസ് നോക്കാം. GAATTC. ഇത് പാലിൻഡ്രോമിക് ആണോ നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെ 2 സ്ട്രാൻഡ് നോക്കണം. ഇവിടുന്ന് എങ്ങനെയാണ് വായിക്കുന്നത്? GAATTC. ഓക്കെ ആണല്ലോ. നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്ററി എഴുതാം. ഈ ജിയുടെ കോംപ്ലിമെന്ററി C, എയുടെ കോംപ്ലിമെന്ററി T, കോംപ്ലിമെന്ററിയും T, ഈ ടിയുടെ കോംപ്ലിമെന്ററി A, ഇതിന്റെ കോംപ്ലിമെന്ററിയും A, ഇതിന്റെ കോംപ്ലിമെന്ററി G. നമ്മൾ എങ്ങനെയാണ് വായിച്ചത്? ഇത് 5 പ്രൈം 3 പ്രൈം. ഓക്കെ ആണല്ലോ. നമ്മൾ 5 പ്രൈം എങ്ങനെയാണോ വായിക്കുന്നത്, ഈ സ്ട്രാൻഡ് എങ്ങനെയാണോ 5 പ്രൈം ടു 3 പ്രൈം ആണ് വായിക്കുന്നത്, അതുപോലെ തന്നെ വേണം ഈ സ്ട്രാൻഡ് വായിക്കാൻ. ഇത് വായിച്ചോളൂ, GAATTC. ഇവിടെ ഇങ്ങോട്ട് വായിക്കൂ, GAATTC. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് 5 പ്രൈം ടു 3 പ്രൈം അങ്ങോട്ടും, ഇത് 5 പ്രൈം ടു 3 പ്രൈം ഇങ്ങോട്ടും സിമിലർ ആണ്. നമ്മൾ ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലോണിംഗ് സൈറ്റിനെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റിനെ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സൈറ്റിനെ നമുക്ക് വീണ്ടും വിളിക്കാം പാലിൻഡ്രോമിക് സീക്വൻസ് എന്നും കൂടി വിളിക്കാം. പാലിൻഡ്രോമിക് സീക്വൻസ്. അപ്പൊ ഒരേ സീക്വൻസിൽ നമ്മൾ 4 പേര് പറഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞത് റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ചാണ്. റെസ്ട്രിക്ഷൻ എൻസൈം എല്ലായിടത്തും കട്ടിയില്ല. their activity is restricted to a particular sequence or a specific sequence. That specific sequence is called as restriction site or restriction sequence അല്ലെങ്കിൽ recognition sequence or cloning site or palindromic sequence. അപ്പോൾ ഇതാണ് palindromic sequence വിളിക്കുക. നമ്മൾ 5 പ്രൈം ടു 3 പ്രൈം 2 സ്ട്രാൻഡിൽ ഒരുപോലെ റീഡ് ചെയ്യണം. അതാണ് നമ്മൾ palindromic sequence വിളിക്കുക. ഓക്കെ ആണല്ലോ. ഈ റെസ്ട്രിക്ഷൻ സയൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഇത് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണോ അതോ നാച്ചുറലി ഈ ലോകത്ത് തന്നെ ഉള്ളതാണോ? ശരിക്കും റെസ്ട്രിക്ഷൻ എൻസൈംസ് കാണുന്നത് പ്രോക്യാരിയോട്സിൽ അല്ലെങ്കിൽ ബാക്ടീരിയയിലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് കാണുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ പ്രസന്റ് ഇൻ പ്രോക്യാരിയോട്സ്. പ്രോക്യാരിയോട്സ് മീൻസ് ബാക്ടീരിയ. ഈ ബാക്ടീരിയയുടെ സെല്ലിന് ഡിഫൻസ് കൊടുക്കുന്ന, സെല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഓക്കെ ആണല്ലോ. ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്ന ആരാ? ബാക്ടീരിയോഫേജ് അല്ലെങ്കിൽ വൈറസുകളാണ് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നത്. ഈ വൈറസിൽ നിന്നും ബാക്ടീരിയയുടെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഓക്കെ ആണല്ലോ. ഈ വൈറസിൽ നിന്നും ബാക്ടീരിയ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവരുടെ ബാക്ടീരിയയുടെ സെൽ ഡിഫൻസ് മെക്കാനിസം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ടീരിയയുടെ പ്രോക്യാരിയോട്സിന്റെ ഇവരുടെ സെൽ ഡിഫൻസ് മെക്കാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇവരുടെ സെൽ ഡിഫൻസ് മെക്കാനിസം. ഇവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ, കാരണം സിംഗിൾ സെല്ലർ ഓർഗാനിസം ആണ്. അപ്പൊ ഇവരുടെ ഡിഫൻസ് മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ സിസ്റ്റം. റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ സിസ്റ്റം. ഇതിന് 2 പാർട്ടാണുള്ളത്. ഒരു റെസ്ട്രിക്ഷൻ പാർട്ടും ഉണ്ട്, മോഡിഫിക്കേഷൻ പാർട്ടും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ റെസ്ട്രിക്ഷൻ പാർട്ടിൽ ഉള്ള എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. റെസ്ട്രിക്ഷൻ പാർട്ടിൽ വരുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇപ്പൊ റെസ്ട്രിക്ഷൻ ഒരു ബാക്ടീരിയയെ, ഇപ്പൊ ഒരു ബാക്ടീരിയ ആണെന്നിരിക്കട്ടെ, ഇതിന്റെ ഉള്ളിലേക്ക് ഒരു വൈറസ് വരുമ്പോൾ ആ വൈറസിന്റെ DNA ഉണ്ട്. ഇപ്പൊ ഇവർക്ക് DNA ഒക്കെ ഉണ്ട്. ഇവരുടെ ബാക്ടീരിയയുടെ DNA, ബാക്ടീരിയക്ക് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്ന DNA ഒക്കെ ഉണ്ട്. എക്സ്ട്രാ ക്രോമസോമിനെയാണ് ക്രോമസോമൽ DNA എന്ന് വിളിക്കുക. ഈ ക്രോമസോമൽ DNA കൂടാതെ പ്ലാസ്മിഡ് DNA ഒക്കെ ഉണ്ട്. ഇതാണ് വൈറസിന്റെ DNA. ഈ വൈറസിന്റെ DNA ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയുള്ളതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഓക്കെ ആണല്ലോ. പക്ഷെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ബാക്ടീരിയയുടെ സെൽഫ് DNAയും കട്ട് ചെയ്ത് കളയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ബാക്ടീരിയയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ശരിക്കും വൈറസിൽ നിന്നും ബാക്ടീരിയയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ
ഇവരുടെ ബാക്ടീരിയൽ DNA കട്ട് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാക്ടീരിയൽ DNA സ്വന്തം DNA മോഡിഫൈ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യും. അതിനുവേണ്ടിയുള്ള പാർട്ടാണ് മോഡിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ ആണല്ലോ. റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ പാർട്ടിൽ വരുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വൈറസിന്റെ DNA കട്ട് ചെയ്യും. പക്ഷെ വൈറസിന്റെ DNA എന്നല്ല, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏത് DNA കട്ട് ചെയ്യും? ബാക്ടീരിയൽ DNA കട്ട് ചെയ്യും. ഏതും ആയിക്കോട്ടെ, DNA ആണോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് കട്ട് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ടോ അവരത് കട്ട് ചെയ്തിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ സ്വന്തം DNA ബാക്ടീരിയയുടെ സ്വന്തം DNA കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്വന്തം DNA മോഡിഫൈ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യണം. അതിനുവേണ്ടിയുള്ള എൻസൈം ആണ്. അതിനുവേണ്ടി ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം വരുന്ന പാർട്ടാണ് മോഡിഫിക്കേഷൻ പാർട്ട്. മോഡിഫിക്കേഷൻ പാർട്ടിൽ വരുന്ന എൻസൈം ആണ് മെഥിലേസ് എൻസൈം. ഓക്കെ ആണല്ലോ. ഈ മെഥിലേസ് എൻസൈം ചെയ്യുന്നത് ബാക്ടീരിയയുടെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. ആ ബാക്ടീരിയയുടെ റെസ്ട്രിക്ഷൻ സൈറ്റുകളിൽ മീഥൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ് ആഡ് ചെയ്യും. അങ്ങനെ ആ സ്വന്തം ബാക്ടീരിയയുടെ DNA അവർ പ്രൊട്ടക്ട് ചെയ്യും. അതാണ് മോഡിഫിക്കേഷൻ പാർട്ട് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻ പാർട്ട് വൈറസിന്റെ DNA കട്ട് ചെയ്യും. അപ്പൊ ബാക്ടീരിയയുടെ സ്വന്തം DNA കട്ട് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ സ്വന്തം DNA പ്രൊട്ടക്ട് ചെയ്യണം. അതിനു വേണ്ടിയുള്ളതാണ് മോഡിഫിക്കേഷൻ പാർട്ട്. മോഡിഫിക്കേഷൻ പാർട്ടിൽ വരുന്ന എൻസൈം ആണ് മെഥിലേസ് എൻസൈം. മെഥിലേസ് എൻസൈം ചെയ്യുന്നത് അതിന്റെ സെൽഫ് DNA ബാക്ടീരിയയുടെ സ്വന്തം DNA റെസ്ട്രിക്ഷൻ സൈറ്റിലേക്ക് മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യും. അങ്ങനെ ബാക്ടീരിയൽ DNAക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. എന്നിട്ട് വൈറൽ DNA ഇവർ കട്ട് ചെയ്യും. അപ്പൊ ഇവർ ചെയ്യുന്നത് ബാക്ടീരിയൽ DNA പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇവർ ചെയ്യുന്നത് വൈറൽ DNA കട്ട് ചെയ്യുന്നു. അങ്ങനെ സ്വന്തം DNA പ്രൊട്ടക്റ്റഡ് ആയി വൈറൽ DNA നശിച്ചു പോകുന്നു. അപ്പൊ അതിനുവേണ്ടിയുള്ള പാർട്ടാണ്. അതിനുവേണ്ടി ബാക്ടീരിയയുടെ സെൽ ഡിഫൻസ് മെക്കാനിസം ആണ് റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ സിസ്റ്റം. ആ റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന എൻസൈം ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉള്ളത് കൊണ്ടാണ്, അതിനെ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് പോസിബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് DNA കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുന്നത്.